ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തരിവട്ട എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടാലോ. അതിനായി ഒരു കടായിലേക്ക് 1 കപ്പ് റവ, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകവും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതേ പാകത്തിന് കിട്ടണം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് വറുത്ത് ഒരു മണം വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതേ കടായിൽ തന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് പഞ്ചസാരയ്ക്ക് മുകളിൽ നിൽക്കുന്ന പോലെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അതൊരു നൂൽപ്പരുവാകുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര ലായനി വറുത്ത് വെച്ച റവയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സേവാനാഴി എടുത്ത് ഇതുപോലെ ആക്കിയിട്ട് നമുക്കതിൻ്റെ താഴ്ഭാഗത്ത് ആവശ്യത്തിന് റവ ഇട്ട് കൊടുത്ത് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ചില്ലിട്ട് കൊടുത്ത് ബാക്ക് വശം നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇടിയപ്പമൊക്കെ പിഴിയുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മുറുക്കി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ താഴത്തെ ഭാഗം ഊരി ചില്ലും മാറ്റി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തരിവട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്